ആശയവും ആദർശവും ഉപേക്ഷിക്കാത്ത ഒരാൾക്ക് പാർട്ടി വിട്ടു പോകാൻ കഴിയില്ല. അതാണ് വേദനിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇടപെടൽ കൊണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ ചിലപ്പോൾ ചില വാക്കുകളോ പ്രവൃത്തികളൊക്കെ നമ്മളെയൊക്കെ വേദനിപ്പിക്കും. അത്തരം കാര്യങ്ങളെല്ലാം സമവായമുണ്ടാക്കി പരിഹരിച്ച് പോകാൻ വേണ്ടിയുള്ള ശ്രമം നല്ലപോലെ നടത്തിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. എക്കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സജി ചെറിയാൻ, എളമരം കരീം അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു വാർത്താസമ്മേളനം നടത്തിയത്. അത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും വളരെ വേദനിപ്പിച്ചു. നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹം പാർട്ടി തുടരുമെന്ന് കരുതുന്നുണ്ടായിരുന്നു. നേതൃത്വം നല്ലപോലെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ വേണ്ടി പാർട്ടിയോടൊപ്പം ഇക്കാലത്ത് നിൽക്കണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ദീർഘകാലമായിട്ട് അദ്ദേഹത്തോട് പാർട്ടി വലിയ രീതിയിലുള്ള ഒരു പരിഗണനയും ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്പലപ്പുഴ സ്ഥാനാർത്ഥം LDF-നെ അതിന് CPM തിരിച്ചടിയാവുന്ന വരുന്നുണ്ടോ? അതിപ്പോൾ ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യനാണ്. അത് നിൽക്കില്ലേ എന്നറിയാം. മന്ത്രിയാണ്, മുൻ MLA ആണ്. അത്തരത്തിൽ ഒരുപാട് CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ല, അങ്ങനെ നിൽക്കുമോ എന്നുള്ള കാര്യം അറിയാതെ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അത് കൃത്യമായിട്ട് ഫൈനലൈസ് ചെയ്യാതെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ശരിയല്ല. അതെ, അത് പലരും സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറയുന്നു. അല്ലാത്ത സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഒരു സഖാവും വിട്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടല്ല. പാർട്ടിക്ക് മുതൽക്കൂട്ടായി നിൽക്കേണ്ട ആളുകളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏത് വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ വിട്ടുവീഴ്ച തുടരുമെന്നാണ്. പിന്നെ അത് തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് ഒരു സഖാവിനെയും വിട്ടുകളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത ആളുകളെ അല്ലാതെ മറ്റ് സഖാക്കളെയൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോകാനുള്ള നിലപാടാണ് ഇക്കാലത്ത് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും സംസാരിക്കാം. ചിലപ്പോൾ ചില ആളുകളൊക്കെ മാറും. പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പം മാറും. ഓരോരുത്തരും മാറാൻ പാടില്ല എന്ന് നമുക്ക് എവിടെ എഴുതി വെച്ചിട്ടില്ല, ഭരണഘടനയിലൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത അതല്ലേ നമ്മൾ പറയാം. ഓരോ മനുഷ്യനും അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. ചിലപ്പോൾ പ്രവർത്തിക്കും, ചിലപ്പോൾ മാറും. അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ പ്രോസസ്സിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ തിരിച്ചടിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാനെപ്പോഴും എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. UDF നേതൃത്വം അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. UDF-ന്റെ ഒരു സ്വന്തം കൂടിയായിരിക്കും അദ്ദേഹം, UDF പിന്തുണ സ്ഥാനാർത്ഥിയായിരിക്കും. എന്താണ് UDF-ന്റെ സ്ഥാനം? അതൊക്കെ നമുക്ക് അതിൻ്റെ കൃത്യത വന്നതിന് ശേഷം മറുപടി പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചുള്ള ഊഹാഭോഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് നമുക്കതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ പ്രയാസമുണ്ട്.